ജബൽപൂരിൽ ഒരു മലയാളി ക്രിസ്ത്യൻ വൈദികനെയും വിശ്വാസികളെയും വലതുപക്ഷവാദികൾ മർദ്ദിച്ചതിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി പ്രതികരിച്ചത് കുത്തിത്തിരിപ്പ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. ആക്രമിക്കപ്പെട്ട വൈദികൻ തൃശൂർ സ്വദേശിയാണ്. മാധ്യമപ്രവർത്തകൻ ആ സംഭവത്തെ പറ്റി ചോദിച്ചത് തൃശൂർ എംപിയോടെയാണ്. അല്ലാതെ ഹൈലസ സിനിമയിലെ നായകനോടോ അല്ലെങ്കിൽ കോടീശ്വരൻ പരിപാടിയിലെ ആങ്കറിനോടോ അല്ല അദ്ദേഹം ചോദിച്ചത്. മുനമ്പത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശേഷമാണ് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ജബൽപൂരിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള മറുപടിയായിരുന്നു കുത്തിത്തിരിപ്പെന്നും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും എന്നൊക്കെ സുരേഷ് ഗോപിയുടെ പറച്ചിൽ. പാർലമെന്റിൽ വഖഫ് ബില്ലിന്മേൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വൈദികർക്ക് മേലുള്ള അതിക്രമത്തിന്റെ വാർത്ത പുറത്തു വന്നിരുന്നത്. രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവർക്ക് മേൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സന്ദർഭങ്ങൾ പല മടങ്ങായി വർദ്ധിച്ചു വരികയാണ്. സുരേഷ് ഗോപിയുടെ പാർട്ടിയിലെ പല നേതാക്കൾ തന്നെയും ക്രൈസ്തവർക്കെതിരെ പ്രകോപനപരമായ പല പരാമർശങ്ങളും നടത്തിയിട്ടുമുണ്ട്. അപ്പോഴും ക്രൈസ്തവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുകയും അതേസമയം അവർക്ക് മേൽ നടക്കുന്ന ആക്രമണങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുക തന്നെയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നില്ല. ക്രൈസ്തവർക്ക് നേരെ അങ്ങോട്ട് എന്നത് മാത്രമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ഓരോ അതിക്രമത്തിനും കൃത്യമായ കണക്കുകളുണ്ട്. അവയിൽ അതാത് സംസ്ഥാന സർക്കാരുകൾ അഥവാ പോലീസ് സേന എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നടപടികൾ എടുത്തു എന്ന് ചോദിച്ചാൽ കൈമലർത്തേണ്ടതായിട്ട് വരും. 2024 മാത്രം രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ 834 അതിക്രമങ്ങളാണ് നടന്നത്. എന്നാൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്ക് അങ്ങനെയാണ് പറയുന്നത്. 2023 734 അതിക്രമങ്ങളായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വർധനവ് എത്രയെന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ഇതിനു പുറമെ കേസ് അല്ലാത്ത, ആളുകൾ കേസിന് പോകാൻ താല്പര്യപ്പെടാത്ത ഒട്ടേറെ സംഭവങ്ങൾ വേറെയുമുണ്ട്. മതപരിവർത്തനം ആരോപിച്ചാണ് തീവ്ര വലതുപക്ഷ സംഘടനകൾ ഇവർക്ക് നേരെ അതിക്രമം നടത്തിയിട്ടുള്ളത്. ക്രൈസ്തവർക്ക് നേരെ അതിക്രമം നടന്ന സംഭവങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് തന്നെയാണ്. 209 അതിക്രമങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇങ്ങനെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ ആർക്കും തർക്കം കാണില്ല. ഈ കേസുകളിൽ ഇരകൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ആക്രമികൾക്ക് നേരെ പോലീസുകാർ പോലും നടപടി എടുക്കാറില്ല എന്നതാണ് വാസ്തവം. ജബൽപൂരിൽ പോലീസുകാർ നോക്കി നിൽക്കുകയായിരുന്നു വൈദികനും വിശ്വാസികൾക്കും നേരെയുള്ള ആക്രമണം ഉണ്ടായത്. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ എപ്പോഴെല്ലാം ആക്രമണങ്ങൾ നടക്കുന്നുവോ അപ്പോഴെല്ലാം നാം ഓർക്കുന്ന ഒരു പേരുണ്ട്, ഗ്രഹാം സ്റ്റെയിൻസിന്റേത്. രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല സംഘടിത വലതുപക്ഷ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു സ്റ്റെയിൻസിന്റെ കൊലപാതകം. മതപരിവർത്തനം ആരോപിച്ച് സ്റ്റെയിൻസിന്റെയും ഭാര്യയും 2 കുട്ടികളെയും ചുട്ടുകൊന്നത് ബജ്റംഗ് ദൾ പ്രവർത്തകരാണ്. അന്നു തൊട്ട് ഇന്ന് വരെ ക്രൈസ്തവർക്ക് നേരെ കൈവയ്ക്കുക എന്നത് തന്നെയാണ് ഒരു രീതി. ഛത്തീസ്ഗഡിൽ ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യാനികളെ കൊന്നു തള്ളുമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തത് വെറും 1 മാസം മുൻപ് മാത്രമാണ്. രാജ്യത്ത് പള്ളികൾക്ക് നേരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ പ്രകോപനപരമല്ല, അത് കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും എന്ന സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഈ പരാമർശം തെറ്റിദ്ധാരണ പരത്തുന്നത് തന്നെയാണ്. രാജ്യത്ത് ക്രൈസ്തവർ മറ്റ് മതസ്ഥരെ ആക്രമിച്ചതായ, പ്രത്യേകിച്ചും ഹിന്ദുക്കളെ ആക്രമിച്ചതായ ഒരു വിവരങ്ങളും ഇതുവരെ ആർക്കും ലഭ്യമല്ല. മാത്രമല്ല ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ സംഘടനകളോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളോ ആക്രമണം നടത്തിയിട്ടുമില്ല. കുത്തിത്തിരിപ്പ് എന്ന മറുപടിയും അനാവശ്യം തന്നെയാണ്. മാധ്യമങ്ങൾ ചോദിച്ചത് നടന്ന കാര്യങ്ങൾ മാത്രമാണ്. കേരളത്തിലെ ക്രൈസ്തവ ജനത തങ്ങൾക്കൊപ്പമാണ് എന്ന് മുനമ്പം അടക്കമുള്ള പല വിഷയങ്ങളെയും എടുത്തുകാട്ടി BJP സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ പാർലമെന്റിലെ ഇരു സഭകളിലും മുനമ്പം എന്ന വാക്ക് പലതവണ ഉച്ചരിക്കപ്പെട്ടത് തന്നെ അതിന്റെ ഉദാഹരണം മാത്രമാണ്. ഒരു വർഗീയ ചേരിതിരിവ് ഇത്തരത്തിൽ BJPക്ക് ക്രൈസ്തവർക്കിടയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുമുണ്ട്. പക്ഷെ കേരളത്തിന് പുറത്ത് ഇതൊന്നുമല്ല സ്ഥിതി. ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പള്ളികൾ നശിപ്പിക്കപ്പെടുകയാണ്. അത് ചെയ്യുന്നത് സംഘപരിവാർ ശക്തികളുമാണ്. എത്ര ഒഴിഞ്ഞു മാറിയാലും സുരേഷ് ഗോപിയുടെ മറുപടിയിലെ പൊള്ളത്തരം വടക്കേ ഇന്ത്യയിലെ സത്യങ്ങളോളം തന്നെ പൊങ്ങി കിടക്കുക തന്നെ ചെയ്യും.